നമസ്കാരം. ജനം ടിവിയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാഞ്ചജന്യം ഭാരതവും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശ്രീരാമസാഗരത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സുന്ദരകാന്ഡത്തിൽ ഹനുമാൻ സീതാദേവിയെ കണ്ടെത്തി ശ്രീരാമന്റെ സന്ദേശം കൈമാറിയതോടെ രാമായണത്തിലെ ഏറ്റവും നിർണായകമായ അധ്യായമായ യുദ്ധകാന്ഡത്തിന് തുടക്കമാകുന്നു. സമുദ്രതീരത്തെത്തി ധർമ്മത്തിന്റെ വിജയത്തിനായി ശ്രീരാമൻ വാനരസേനയോടൊപ്പം ലങ്കയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. സമുദ്രത്തിനുമേൽ നളന്റെ നേതൃത്വത്തിൽ സേതുബന്ധനം നിർമ്മിക്കപ്പെടുകയും അധർമ്മത്തിനെതിരായ മഹായുദ്ധത്തിന് വേദിയൊരുങ്ങുകയും ചെയ്യുന്നു. തിന്മയ്ക്കെതിരായ നന്മയുടെ പോരാട്ടവും ധർമ്മത്തിന്റെ അനിവാര്യ വിജയവും പ്രഖ്യാപിക്കുന്ന മഹത്തായ സന്ദേശമാണ് യുദ്ധകാന്ഡത്തിന്റെ ആരംഭം നമ്മിലേക്ക് പകർന്നു നൽകുന്നത്. ശ്രീമദ് അധ്യാത്മ രാമായണം യുദ്ധകാന്ഡം ആരംഭം പാരായണം ചെയ്യുന്നത് സംഗീത അധ്യാപികയും ഗായികയുമായ ദിവ്യ വിമൽ. കാണാം രാമകഥ മാധുരി. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ. രാമ രമാരമണ ത്രിലോകീപതേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ രാമ ലോകാഭിരാമ പ്രണവാത്മക രാമ നാരായണാത്മാ രാമ ഭൂപതേ. രാമകഥാമൃതപാന പൂർണ്ണാനന്ദ സാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ. ശാരിക പൈതലേ ചൊല്ലു ചൊല്ലിന്നിയും ചാരു രാമായണ യുദ്ധം മനോഹരം. യുദ്ധമാകർണ്യ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ. ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പൂണ്ടരുളിനാൻ. ചന്ദ്രാനനെ ജീവിതം നുമുദാ രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ. ശ്രീരാമാദികളുടെ നിശ്ചയം. ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ. മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിലാരൂഢമോദാലരുൾ ചെയ്തിതാദരാൽ. ദേവകളാലും അസാധ്യമായുള്ളൊന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധോ. ചിത്തെ നിരൂപിക്ക പോലും അശക്യമാമബ്ദി ശതയോജനായതമശ്രമം ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനും എങ്ങുമൊരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം. വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയും ഉടനെങ്ങനെ വാരിധിയെ കടന്നിടുന്നു. നക്രമകര ചക്രാദി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടുമൊടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിയിടിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ.
ചിന്തയുണ്ടാകരുതേതുമേ മാനസേ, ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാലും ഓർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരിക്കാണായ വാനര സഞ്ചയം വന്നിയിൽ ചാടണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരല്ലിവർ. വാരിധിയെ കടപ്പാനുപായം പാർക്ക നേരമിനിക്കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം പൊക്കിതെന്നാകിലോ, ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കലാരെതിർക്കുന്നതു രാഘവ നിൻ തിരുമുമ്പിൽ മഹാരണേ. അസ്ത്രീണ ശോഷണം ചെയ്ക ജലധിയെ, സത്വരം സേതു ബന്ധിക്കിലുമാം ദൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. ഭക്തിശക്തിയൻവിധമിത്രപുത്രോക്തികളിത്തമാകർണ്യകാകുൽസ്ഥനും തൽക്ഷണേ മുമ്പിലാം മാറു തൊഴുതു നിൽക്കും വായുസംഭവനോടു ചോദിച്ചരുളിയിടിനാൻ. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ. കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാ ഭവാൻ. എന്നതു കേട്ടു തൊഴുതുവാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിയിടിനാൻ. രാമായണ മാസം ഒരു ആചാരം മാത്രമല്ല, മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ആത്മീയ യാത്ര കൂടിയാണ്. ഈ ദിവസങ്ങളിൽ ശ്രീരാമന്റെ ജീവിതം വായിക്കുകയും ശ്രവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ക്ഷമയും കരുണയും ധൈര്യവും ധർമ്മബോധവും വളരുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളെ സമചിത്തതയോടെ നേരിടാനും ബന്ധങ്ങളുടെ മൂല്യം തിരിച്ചറിയാനും രാമായണം നമ്മെ പ്രചോദിപ്പിക്കുന്നു. രാമാമൃതത്തിൽ പ്രശസ്ത പ്രഭാഷകനും 26 വർഷമായി ഗീതാജ്ഞാന കോഴ്സുകളും ആർട്ട് ഓഫ് ലിവിംഗ് കോഴ്സുകളും നടത്തുകയും ചെയ്യുന്ന സജയ് യൂസഫ് നിസാൻ രാമായണ മാസത്തിലെ മാനസിക നില എന്ന വിഷയം നമ്മളോട് സംസാരിക്കുന്നു. കേൾക്കാം. നമസ്കാരം. കർക്കിടക മാസം, രാമായണ മാസം, ഇതെങ്ങനെയാണ് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ജീവിതത്തെയും ബാധിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്ക്, ഇതിനെക്കുറിച്ച് പറയുന്നത്, രാമായണ മാസത്തെക്കുറിച്ച് പറയുന്നത് ദേവന്മാരുടെ രാത്രി ആരംഭിക്കുന്ന കാലം എന്നുകൂടിയാണ്. അതായത് ദേവന്മാരുടെ സന്ധ്യയാണ് അത്രേ കർക്കിടകം. ഈ സന്ധ്യ എന്ന് പറയുന്നത് രാവും പകലും സന്ധിക്കുന്ന സമയത്തിനെയാണ് നമ്മൾ സന്ധ്യ എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡിൻ്റെ ഒരു ടെൻഡൻസി ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും ആ ഡൗൺ, എന്താ പറയുക, നമ്മളിങ്ങനെ നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡൗൺ അവസ്ഥയിലേക്ക് നമ്മളിങ്ങനെ താഴ്ന്നു പോണ ഒരു അവസ്ഥ എപ്പോഴും സന്ധ്യാസമയത്താണ് ഉണ്ടാവുന്നത്. ഒരു ഡ്രിപ്പിങ്, ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ താഴോട്ട് പോകുന്ന എന്തോ ഒരു സങ്കടം, ഡിപ്രഷൻ, നിരാശ, ഇതൊക്കെ വരുന്നൊരു അവസ്ഥയാണ് സന്ധ്യാസമയം എന്ന് പറയുന്നത്. പലരും, ഞാനൊരു പഠനം തന്നെ കേട്ടിട്ടുണ്ട്, ആളുകളെപ്പോഴും ഈ ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് സന്ധ്യാസമയത്താണെന്ന് പറയുന്നത്. ആ സമയത്ത് ചിലപ്പോൾ ചെയ്യാറില്ലെങ്കിലും ഞാൻ മരിച്ചു കളയാമെന്നൊക്കെയുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് സന്ധ്യാസമയത്താണ്. അപ്പോൾ നമ്മുടെ മൈൻഡിനെ ഭയങ്കരമായിട്ട് ഈ സന്ധ്യാസമയം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം സന്ധ്യാസമയം എപ്പോഴും ഒരു ലോ എനർജി ഉള്ള സമയമാണ്. ഞാൻ ആ നെഗറ്റീവ് എനർജി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. ഇവിടെ 2 ടൈപ്പ് എനർജി ഉള്ളൂ, ലോ എനർജിയും ഹൈ എനർജിയും. അപ്പോൾ നാച്ചുറലി ഈ പ്രകൃതിയിൽ ഒരല്പം ലോ എനർജി, അതായത് നമ്മൾ താമസിക് എനർജി എന്നൊക്കെ പറയും, അങ്ങനത്തെ ഒരു എനർജി ഉണ്ടാവുന്ന സമയമാണ് ഈ സന്ധ്യാസമയം. അപ്പോൾ കർക്കിടക മാസവും കൂടി ആകുമ്പോൾ പഞ്ഞമാസമാണ്, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതും നമ്മളെപ്പോഴും ശ്രദ്ധിച്ചില്ലേ, നമ്മളെ വെതർ, കാലാവസ്ഥ നമ്മളെ വല്ലാണ്ട് സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ കാലാവസ്ഥ, ഇപ്പോൾ നമ്മൾ നല്ല സണ്ണി ഡേ ആണ്, ഒരുപാട് സൂര്യപ്രകാശമുള്ളൊരു ദിവസം, നമ്മുടെ മൈൻഡും ബ്രൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കാർമേഘങ്ങളുള്ള ദിവസങ്ങൾ, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ, മൂടിക്കെട്ടിയ ദിവസങ്ങൾ, നമ്മുടെ മൈൻഡും നാച്ചുറലി മൂടിക്കെട്ടാൻ തുടങ്ങും. അപ്പോൾ എങ്ങനെയാണ് ഈ കാലാവസ്ഥയും ഈ മാസത്തെയും നമ്മളുടെ മൈൻഡിനെ വല്ലാതെ സ്വാധീനിക്കാണ്ട്, നമ്മുടെ മൈൻഡിനെ താഴോട്ട് കൊണ്ടുപോകാണ്ട് ഹൗ ക്യാൻ വി അപ്ലിഫ്റ്റ് അവർ മൈൻഡ് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
ഒരു കാര്യം ആദ്യമേ ശ്രദ്ധിക്കേണ്ടത്, ഈ സമയങ്ങളിൽ മൈൻഡിനെ ഒന്നും കൂടി താഴത്തോട്ട് പോകുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുക. പ്രധാനമായിട്ടും നമ്മളുടെ അമ്മമാർ, നമ്മളുടെ വീട്ടിലുള്ള സ്ത്രീകൾ സീരിയലിൻ്റെ മുമ്പിലിരിക്കുന്ന സമയം കൂടിയാണ് ഈ സമയം. കാരണം ഈ സമയം ഓൾറെഡി നമ്മുടെ മൈൻഡ് ഇത്തിരി ലോ അവസ്ഥയിൽ നിൽക്കുമ്പോൾ സീരിയലിൽ കാണുന്ന വഴക്കുകളും പ്രശ്നങ്ങളും തർക്കങ്ങളും സങ്കടങ്ങളും ഒന്നും കൂടി മൈൻഡിനെ ലോ ആക്കും. അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മളിങ്ങനെ അനാവശ്യ റീൽസ് നോക്കി ഫോണിലിരിക്കാതെ, ടെലിവിഷനിലെ സീരീസ് നോക്കിയിരിക്കാതെ ഈ സമയമാണ് നമ്മൾ നാമജപത്തിനും പ്രാർത്ഥനയ്ക്കും മാറ്റി വെക്കേണ്ട ഒരു സമയം. കാരണം നാമജപവും പ്രാർത്ഥനയും നമുക്ക് അനുഗ്രഹങ്ങൾ തരാൻ വേണ്ടി മാത്രമല്ല, അത് നമ്മളുടെ മൈൻഡിന് ഊർജം തരാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ ലൈഫ് ഊർജവുമായിട്ട് കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലേ, നമ്മുടെ ഊർജ്ജം താഴോട്ട് പോകുമ്പോൾ നമുക്ക് സങ്കടം വരുന്നു, ദേഷ്യം വരുന്നു, നിരാശ വരുന്നു. നമ്മുടെ ഊർജ്ജം ഉയരുമ്പോഴൊക്കെ നമുക്ക് ഉത്സാഹം വരുന്നു, സന്തോഷം വരുന്നു, പലതും ചെയ്യാനുള്ള ആത്മവിശ്വാസം കൂടുന്നു. അപ്പോൾ നമ്മളുടെ ഊർജ്ജത്തെ ഉയർത്തിപ്പിടിക്കാൻ മനഃപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണ് രാമായണ മാസം. അതുകൊണ്ടാണ് ഈ സമയങ്ങളിൽ നമ്മുടെ ഫുഡ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. എളുപ്പം ഡൈജസ്റ്റ് ആവുന്ന, നമുക്ക് ഊർജ്ജം തരുന്ന തരത്തിലുള്ള ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. മറ്റേത് താമസിക് ആഹാരം എന്ന് വിളിക്കാവുന്ന നോൺ വെജ് നമ്മൾ കഴിക്കുമ്പോൾ അത് ദഹിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നു. അപ്പോൾ അത് നമ്മുടെ മൈൻഡിനെ കൂടി ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ എളുപ്പത്തിൽ ഡൈജസ്റ്റ് ചെയ്യുന്ന സസ്യാഹാരങ്ങളും അതുപോലെ ഫ്രൂട്ട്സ് എന്തൊക്കെയാണോ നമ്മൾ ആ എളുപ്പത്തിൽ നമ്മുടെ ശരീരത്തിന് യോജിക്കുന്നതും മിതമാഹാരം, ലഘു ആഹാരം കഴിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ മനസ്സിനും ഒരു ശരീരത്തിന് മാത്രമല്ല നമ്മുടെ മനസ്സിനും ഒരു ആശ്വാസം നൽകുന്നു. നമ്മുടെ ഊർജ്ജത്തിൻ്റെ അളവ് സ്വാഭാവികമായിട്ട് ഉയരുന്നു. അപ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണോ നമ്മുടെ മൈൻഡിനെ ഊർജ്ജസ്വലമാക്കി നിർത്താൻ പറ്റുന്നത്. രണ്ടാമത്തെ സംഭവമാണ് ജപം എന്ന് പറയുന്നത്. ഈ എപ്പോഴും ജപം കൂടുതലായിട്ട് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് രാമായണ മാസം. കാരണം നാച്ചുറലി ഈ കാലാവസ്ഥയുടെ ഇൻഫ്ലുവൻസ് മൈൻഡിലുള്ളപ്പോൾ നമ്മുടെ മൈൻഡിനെ ഒന്നും കൂടി പോസിറ്റീവായിട്ട് നിർത്താനായിട്ട്, അതായത് നമ്മുടെ മൈൻഡ് എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, ചിന്തിച്ച് അതെപ്പോഴും പോകുന്നത് നെഗറ്റിവിറ്റിയിലേക്കായിരിക്കും. അപ്പോൾ മനസ്സിന് ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് എപ്പോഴും എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് അതിനൊരു തിങ്കിങ് മെഷീനാണ്. അപ്പോൾ ഈ തിങ്കിങ് മെഷീനെ ഒന്ന് പോസിറ്റീവാക്കി വെക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് ജപം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലേ, നമ്മൾ ഈ ജപം ഇങ്ങനെ വരുമ്പോൾ അതിങ്ങനെ ഒരുതരം ആവർത്തനമാണ് ജപം എന്ന് പറയുന്നത്. അതിങ്ങനെ ആവർത്തിച്ച് അല്പം വിരസതയൊക്കെ ഉണ്ടാവും തുടക്കത്തിൽ, പക്ഷേ ആ ആവർത്തനം നമ്മുടെ ചിന്തകളിൽ ആവർത്തനം കൊണ്ടുവരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓം നമ ശിവായ എന്ന് ജപിക്കുന്ന ഒരാൾ, അയാൾ ഒരു നെഗറ്റീവ് ചിന്തയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഓം നമ ശിവായ എന്നുള്ള ആ ജപമന്ത്രം നമ്മുടെ ഉള്ളിൽ സെറ്റായി കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ ഒരു സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ നെഗറ്റീവ് തോട്ട്സിന് പകരം ഓം നമ ശിവായ എന്നുള്ള ചിന്ത നമ്മളിലേക്ക് കടന്നു വരാൻ തുടങ്ങും. അപ്പോൾ ഇത്തരം അനാവശ്യ ചിന്തകൾ കൂടുതൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജപം നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന മാസം കൂടിയാണെന്ന് മാത്രമല്ല, ജപത്തെ കൂടുതൽ മുറുക്കി പിടിച്ച് നമ്മുടെ മനസ്സിനെ ശുദ്ധമായി നിർത്തേണ്ട ഒരു സമയം കൂടിയാണ് ഈ രാമായണ മാസം എന്ന് പറയുന്നത്. രാമായണ മാസം എന്ന് ഈ കർക്കിടക മാസത്തെ വിളിക്കാൻ കാരണം, നമ്മൾ രാമായണ പാരായണം അതൊരു വലിയ നോളജാണ്. ഈ രാമായണ പാരായണത്തിൽ നമ്മളിരിക്കുമ്പോൾ രാമൻ്റെ സ്തുതികളും രാമൻ്റെ കഥകളും നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മുടെ മനസ്സിന് ഒരുപാട് ശാന്തത നൽകും. അപ്പോൾ പ്രത്യേകിച്ച് ശ്രീരാമൻ എന്ന് പറയുന്നത് ഒരു ഉത്തമ പുരുഷൻ കൂടിയാണ്, മര്യാദ രാമൻ എന്നൊക്കെയാണ് പറയാം. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് നമ്മളെ സ്വാധീനിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ രാമായണ മാസം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീരാമൻ്റെ ഒരുപാട് ക്വാളിറ്റീസിൽ ഒരു മഹത്തായിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഏക പത്നി വ്രതം എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പത്നിയിൽ മാത്രം മനസ്സ് അർപ്പിച്ച് കമ്മിറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. കാരണം ഒരു രാജാവും കൂടിയാണല്ലോ ശ്രീരാമൻ. രാജാവിന് എത്ര പേരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സീത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കുഞ്ഞു കഥ പറയാം. സീതയെ രാവണൻ അപഹരിച്ചതിന് ശേഷം രാവണന് സീതയെ അനുവാദമില്ലാണ്ട് സ്പർശിക്കാൻ സാധിക്കില്ല. കാരണം രാവണനൊരു ശാപമുണ്ട്, അനുവാദമില്ലാണ്ട് ഒരു സ്ത്രീയെ സ്പർശിക്കുകയാണെങ്കിൽ തല പൊട്ടിത്തെറിച്ച് പോകുന്നുള്ളൊരു ശാപമുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവണൻ പല വേഷങ്ങളിൽ ചെല്ലുകയാണ് സീതയെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടും സീത വഴങ്ങുന്നില്ല. അങ്ങനെ രാവണൻ ശ്രീരാമൻ്റെ വേഷം ധരിക്കാൻ പോവാണ് സീതയെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട്. രാവണൻ പക്ഷേ ശ്രീരാമൻ്റെ വേഷത്തിലേക്ക് മാറലും ആ മനസ്സിൽ നിന്ന് സീത അങ്ങോട്ട് അപ്രത്യക്ഷമാണ്. കാരണം അന്യ സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ രാവണന് എത്തുന്നു. കാരണം
ആ ശ്രീരാമൻ്റെ രൂപം വന്നപ്പോൾ തന്നെ ശ്രീരാമൻ്റെ ക്വാളിറ്റി വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലൈഫിലും ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ ഡിസിപ്ലിൻ ശ്രീരാമനുള്ള പോലത്തെ ഒരു എന്താ പറയുക സ്വഭാവത്തിൻ്റെ അച്ചടക്കം എന്തുമാത്രം ഉണ്ട്. നമ്മൾ ഓരോ സമയത്തും ഓരോ പെരുമാറ്റമാണോ, ഓരോരുത്തരോടും ഓരോ പെരുമാറ്റമാണോ, വീട്ടിലൊരു പെരുമാറ്റം, ഓഫീസിലൊരു പെരുമാറ്റം, സമൂഹത്തിലൊരു പെരുമാറ്റം, അതോ നമ്മൾക്ക് എല്ലാവരോടും ഒരേപോലെ നമ്മളുടെ പെരുമാറ്റങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാറുണ്ടോ? ആൾക്കൂട്ടത്തിലൊരു പെരുമാറ്റവും ഒറ്റയ്ക്കിരിക്കുമ്പോൾ വേറൊരു പെരുമാറ്റമാണ് നമ്മുടേത്. നമുക്ക് എന്തെല്ലാം കാര്യത്തിൽ ഒരു സ്വഭാവ അച്ചടക്കമുണ്ട്. അപ്പോൾ സ്വഭാവ അച്ചടക്കം നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റുന്ന, നമുക്കൊരു മോഡലായിട്ട് കരുതാൻ പറ്റുന്ന ഒരാൾ കൂടിയിട്ടാണ് ശ്രീരാമൻ. കാരണം നമ്മുടെ മൈൻഡ് ശുദ്ധമായ, നമ്മുടെ മനസ്സ് സ്വസ്ഥമായ നമ്മുടെ ജീവിതം സ്വസ്ഥവും. നമ്മുടെ ജീവിതം സ്വസ്ഥമാകുമ്പോൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതം സ്വസ്ഥവും. കാരണം നമ്മളുടെ ഒരാളുടെ മൈൻഡ് എത്രമാത്രം ഡിസ്റ്റർബ്ഡ് ആവുന്നോ ആ ഡിസ്റ്റർബൻസ് നമ്മൾ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കും. അങ്ങനത്തെ ഒരു സ്വഭാവം കൂടി നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് നമ്മൾ എത്രമാത്രം നമ്മൾ ശ്രദ്ധിച്ചില്ലേ, ആരും അസ്വസ്ഥനായിട്ട് ഇരിക്കുന്ന, ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന, ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാളുമായിട്ട് ചെങ്ങാത്തം കൂടാനോ അയാളുമായിട്ട് അടുക്കാനോ ആഗ്രഹിക്കുന്ന എല്ലാവരും ശാന്തരായിട്ടിരിക്കുന്ന ആൾക്കാരെയാണ് ഇഷ്ടപ്പെടുന്നത്. എല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കുന്ന ആൾക്കാരെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ശാന്തതയും സ്വസ്ഥതയും ഒക്കെ നിലനിർത്താൻ ഈ മാസം പ്രാർത്ഥനയുടെ ഒരു മാസമാക്കി മാറ്റാം, ആത്മീയതയുടെ ഒരു മാസമാക്കി മാറ്റാം. എല്ലാവർക്കും രാമായണ മാസാശംസകൾ. ശ്രീരാമന്റെ ദിവ്യ ഗുണങ്ങളെയും ധർമ്മനിഷ്ഠയെയും ഭക്തഹൃദയങ്ങളിൽ ഉണർത്തുന്ന അനുപമമായ ഒരു സ്തുതിഗാനമാണ് രാഘവ രാമ രഘുരാമ എന്ന ഗാനം. രാമനാമത്തിന്റെ മഹിമ മനസ്സിനെ ശാന്തമാക്കുകയും ജീവിതത്തിന് ധാർമ്മികമായ ദിശാബോധം നൽകുകയും ചെയ്യുന്നു. ഈ ഗാനം നമുക്കായി ആലപിക്കുന്നത് ഇഷ. കാണാം രാമാനന്ദം. കൈകളിലേന്തിയ വില്ലാളി വീരനല്ല
രാം രാം ജയ ജയ റാം എന്ന ഭക്തിഗാനം ഭഗവാൻ ശ്രീരാമനോടുള്ള അഗാധമായ ഭക്തിയും സമർപ്പണവും നിറഞ്ഞ നാമസങ്കീർത്തനമാണ്. ലളിതമായ വരികളും ഹൃദയസ്പർശിയായ ഈണവും കൊണ്ട് ഏത് പ്രായക്കാരന്റെയും മനസ്സിൽ ഭക്തിയുടെ തിരമാല ഉയർത്താൻ ഈ ഗാനത്തിന് സാധിക്കുന്നു. രാമാനന്ദത്തിൽ അടുത്തതും ഒരു രാമസ്തുതി ഗാനമാണ്. ഗാനം ആലപിക്കുന്നത് കാർത്തിക.
ക്ഷീരസാഗരത്തിൽ നാളെ രാവണ വിഭീഷണ സംവാദം. ഒരു വശത്ത് അഹങ്കാരത്തിൽ അന്ധനായ രാവണനും മറുവശത്ത് ധർമ്മത്തിന്റെ ശബ്ദമായ വിഭീഷണനും. സീതാദേവിയെ ശ്രീരാമന് തിരികെ ഏൽപ്പിച്ച് സമാധാനം സ്വീകരിക്കണമെന്ന് വിഭീഷണൻ വീണ്ടും വീണ്ടും ഉപദേശിച്ചെങ്കിലും അതെല്ലാം ഭീരുത്വത്തിന്റെ വാക്കുകളാണ് എന്ന് പറഞ്ഞ് രാവണൻ നിരസിച്ചു. രാജ്യത്തെക്കാളും ധർമ്മമാണ് വലുത് എന്ന ഉറച്ച വിശ്വാസത്തോടെ വിഭീഷണൻ അവസാനമായി സത്യം വിളിച്ചു പറയുന്നു. എന്നാൽ കോപാകുലനായ രാവണൻ സ്വന്തം സഹോദരനെ സഭയിൽ നിന്ന് അപമാനിച്ച് പുറത്താക്കുന്നു. രാവണന്റെ നാശത്തിന്റെ തുടക്കം. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.